ഹലോ, കുറേ നാളായിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ട് മിക്കവാറും ഞാനും കുഞ്ഞാറ്റും ഫുഡും കൂടിയാട്ടാ കടയിൽ പോവാ, സൂപ്പർ മാർക്കറ്റിൽ പോവാ. ഇവിടെ നമ്മുടെ അയ്യന്തോളുള്ള റിലയൻസ് ഉണ്ടല്ലോ, അവിടെ നിന്നാണ് മിക്ക സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിക്കാറ് കേട്ടോ. അവിടെ ആകുമ്പോൾ എല്ലാവരും നമുക്ക് എടുത്തിട്ട് പോരാലോ എളുപ്പത്തിന് എന്ന് വെച്ചിട്ടാണ്. ചിലപ്പോൾ അവിടെ നിന്ന് വാങ്ങാൻ തോന്നിയില്ല എന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറി കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങും, ബേക്കറിയിൽ നിന്ന് ബേക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങും കേട്ടോ. അങ്ങനെയുണ്ട് ചില നേരത്ത്. അതേ ഞങ്ങളുടെ ബണ്ടൊക്കെ കണ്ടോ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ കടയിൽ എത്തിയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല, ഞാൻ മറന്നുപോയി. കാരണം എന്ന് വെച്ചാൽ അവിടുത്തെ ചേച്ചിമാരൊക്കെ ആയിട്ട് കമ്പനി ആയിരുന്നു. അപ്പോൾ കുറേ നാൾ ഞങ്ങൾ കടയിൽ പോയ കാരണം അവർ കുട്ടികളുടെ അടുത്തൊക്കെ വർത്തമാനം പറഞ്ഞു നിന്ന കാരണം വീഡിയോൻ്റെ കാര്യം ഞാൻ മറന്നു പോയിട്ട്. പിന്നെ രണ്ടുപേരെയും കൊണ്ടുപോകുമ്പോൾ ഒറ്റയ്ക്കാകുമ്പോൾ ബുദ്ധിമുട്ട് അറിയാമല്ലോ. അപ്പോൾ അതേ നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ അവന് സ്നാക്സിന് ഇതിൻ്റെ പേര് ചീസ് ബോൾ എന്നാണ് കേട്ടോ എഴുതിയേക്കുന്നത്. പക്ഷേ ചീസൊന്നും ഇല്ല ഉള്ളിൽ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് അത് കഴിക്കാനായിട്ട്. നൈസൊരു എരിവും പുളിപ്പും നമ്മുടെ കുർക്കറെ ഇല്ലേ അതിൻ്റെ ഒക്കെ പോലെ ഒരു ചാറ്റ് മസാല ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ, അതാട്ടോ. നല്ല കറുമുറാണ്. കൊടുക്കുൻ്റെ സ്കൂളിലാരോ കൊണ്ടുവന്നെന്ന് പറഞ്ഞിട്ടാ. പിന്നെ അതാ നമ്മൾ കുഞ്ഞി കുഴലപ്പം വാങ്ങിച്ചു. ഞാനതിൽ പഞ്ചസാര ഉണ്ടെന്ന് വെച്ചിട്ടാണ് എടുത്തത്. വീട്ടിൽ വന്ന് നോക്കുമ്പോഴാണെങ്കിൽ മധുരമൊന്നും ഇല്ലാത്ത. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ ഏലാഞ്ചിയുടെ റസ്ക്. പിന്നെ അതേ ഈ ഒരു നമ്മുടെ കോൺ വെച്ചിട്ടുള്ളൊരു മിച്ചറില്ലേ അത്. അത്രയാണ് നമ്മൾ സ്നാക്സായിട്ട് വാങ്ങിച്ചത് കേട്ടോ. പിന്നെ ദാ കുറച്ച് പച്ചക്കറികൾ ഐറ്റംസൊക്കെയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദാ വാങ്ങിച്ച സാധനങ്ങൾ നമ്മൾ വന്നപ്പോൾ തന്നെ കയ്യോടെ തന്നെ പാത്രത്തിലും അങ്ങനെ ഓരോന്നിലാക്കി വെക്കും. ഇല്ലാച്ചാൽ പിന്നെ മടി പിടിച്ച് അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. അതേ സ്നാക്സ് ഇട്ട് വെക്കുന്ന ഡപ്പയിലാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാം കേട്ടോ. പിന്നെ ഇതേ നമ്മൾ ഇടയ്ക്ക് ഓരോ പരീക്ഷണങ്ങളും കാര്യങ്ങളും ചെയ്യുന്നത് അനുസരിച്ച് കുറച്ച് വിപ്പിംഗ് ക്രീം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ ബിസ്ക്കറ്റ് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഡാർക്ക് ഫാൻറ്റസിയുടെ ബിസ്ക്കറ്റും അതേപോലെ തന്നെ ഒറിയോൻ്റെയും. അപ്പോൾ ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് ഫ്രീ ഉണ്ട്, കോംബോ ഓഫർ കേട്ടോ ബിസ്ക്കറ്റിനും കാര്യങ്ങൾക്കൊക്കെ, ബിസ്ക്കറ്റും റാപ്പിൾസിനൊക്കെ. പിന്നെ നമ്മുടെ മയോനൈസ് വീട്ടിലുണ്ടാക്കാൻ ചിലപ്പോൾ മടിയാകുമ്പോൾ എഗ്ലെസ് മയോനൈസ് വാങ്ങിക്കാട്ടാ ചെയ്യാറ്. പിന്നെ ഉള്ളിത്തണ്ട് കുറേ നാളായിട്ട് കിട്ടാതിരുന്ന സംഭവമാണ്, ഇപ്പോൾ കിട്ടി. പിന്നെ മല്ലിയില, ഓയിൽ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആട്ടോ. പിന്നെ ദേ ഈ ഒരു ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ 2 പേർക്കും. പിന്നെ അവന് സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് ഓർഗാമി പേപ്പർ എന്നാണ് ഇതിൻ്റെ പേര്. എന്തോ കളർ പേപ്പർ ഇല്ലേ, അതാണ് സംഭവം. അത് ഓരോ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാനാട്ടാ. പിന്നെ ദേ ഓട്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് ഓരോ തോന്നലാണ് കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇത് കഴിക്കുക. എന്നും ഈ ഇഡലി ദോശയൊന്നും നല്ലത് എന്താ ഇപ്പോൾ ഉഴുന്ന് അത്ര നല്ലതല്ല ഹെൽത്തിനെന്ന് കേൾക്കുന്നുണ്ട്. എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്കറിയില്ല. ഇത് നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു പൊട്ടാറ്റോ ബിസ്ക്കറ്റ്, നല്ല രസം, ലേസൊക്കെ പോലെ. പിന്നെ അതേ നമ്മൾ മല്ലിയില വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, നല്ല ഫ്രഷ് മല്ലിയില കേട്ടോ. അതിങ്ങനെ കട്ടാക്കി ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് ദേ അതിൻ്റെ ഈ തണ്ടുഭാഗമില്ലേ, തണ്ടുഭാഗം വെച്ചിട്ട് ഇങ്ങനെ കട്ടാക്കി കളയും ആ വേര്. അത് കുറേ നാളിങ്ങനെ ഒരു ഡപ്പയിലിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കേടാവാണ്ട് നിൽക്കൂട്ടാ ചെയ്യാതൊക്കെ. ഇങ്ങനെ വെക്കുമ്പോൾ എനിക്കിങ്ങനെ വെക്കുമ്പോൾ കുറേ നാൾ കേടാവാതെ കിട്ടാറുണ്ട്. കവറിലൊക്കെ ആക്കി വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്യുന്ന പോലെ ഉണ്ട്. ഇതിങ്ങനെ നല്ല ഫ്രഷായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ. പിന്നെ നമ്മൾ പച്ചക്കറി ആയിട്ട് അധികം ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. ഞാൻ ഡെയിലി ഫുഡിന് കൊണ്ടുവന്നേക്കാൻ പോകുമ്പോൾ, പുറത്തേക്ക് പോകുമ്പോൾ മിക്കപ്പോഴും കടയുടെ ഫ്രണ്ടിൽ കൂടെ പോകും, അപ്പോഴാണ് വാങ്ങാറ്. അത്യാവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് വാങ്ങിച്ചെന്നുള്ളൂ. മോര് വാങ്ങിച്ചു, നല്ല മോരാട്ടോ. പിന്നെ ദേ ഈ കാപ്പിപ്പൊടിയില്ലേ, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 10ൻ്റെ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ വലിയ ബൾക്കായിട്ടുള്ളത് വാങ്ങണേക്കാളും ടേസ്റ്റ് എന്തോ വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ ഈ ചെറുതിന്. പിന്നെ കാടമുട്ട ഉണ്ടല്ലോ, അത് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ റോസ്റ്റാക്കി കഴിക്കാനായിട്ട് പുഴുങ്ങിയിട്ട്. പിന്നെ ദേ നമ്മൾ ക്യാബേജ്, ഇവിടെ ഹസ്ബൻഡിനാണ് ക്യാബേജ് ഭയങ്കര ഇഷ്ടം, എനിക്കും ഇഷ്ടമൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾ ചെറുപയറും പഞ്ചസാരയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.